സ്റ്റുഡൻസ്, നമുക്ക് തേർഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് സ്കെയിലിംഗ് ലോസ്, ദെൻ സിമ്പിളായിട്ടുള്ള അനാലിസിസുമാണ്. നമുക്ക് ചെക്ക് ചെയ്യാം. മൈക്രോ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത് സ്കെയിൽ ഡൗൺ ചെയ്യുമ്പോഴാണ്. അതായത് കൺവെൻഷണൽ ബേസിക് ബ്ലോക്സ് ഓഫ് ദ സിസ്റ്റം മൈക്രോമീറ്റർ സൈസ് അല്ലെങ്കിൽ ഈവൻ നാനോമീറ്റർ സൈസിലോട്ട് ചേഞ്ച് ചെയ്യണം. ഇതൊരു സിമ്പിൾ പ്രോസസ്സ് അല്ല. ബിക്കോസ് ഇതിൽ ചില ഫിസിക്കൽ സിസ്റ്റം പാരാമീറ്റേഴ്സ് കനോട്ട് ബി സ്കെയിൽ ഡൗൺ എഫക്റ്റീവ്ലി, അല്ലെങ്കിൽ ഒട്ടും തന്നെ സ്കെയിൽ ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. അത് വളരെ ചലഞ്ചിങ് ആണ്. സോ യു നീഡ് ടു ചെക്ക് ആൻഡ് അനലൈസ് certain scaling laws when you scale down the basic parameters of the system. There are two types of scaling laws. First one is scaling in geometry, അതായത് സ്കെയിലിംഗ് ഓഫ് ഫിസിക്കൽ സൈസ് ഓഫ് ദ ഒബ്ജക്ട്സ്. അവിടെ ഫിസിക്കൽ സൈസ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് സ്കെയിലിംഗ് ഓഫ് ഫിനോമോളജിക്കൽ ബിഹേവിയർ. അവിടെ സ്കെയിലിംഗ് ഓഫ് ബോത്ത് സൈസ് ആൻഡ് മെറ്റീരിയൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് സ്കെയിലിംഗ് ഇൻ ജിയോമെട്രി നോക്കാം. ഒരു മെഷീൻ ഡിസൈനിൽ ഫ്രീക്വൻ്റ്ലി ഇൻവോൾവ് ചെയ്യുന്ന രണ്ട് ബേസിക് പാരാമീറ്റേഴ്സാണ് വോളിയം ആൻഡ് സർഫസ്. ഇതിൽ വോളിയം ലീഡ്സ് ടു ദ മാസ് ആൻഡ് വെയ്റ്റ് ഓഫ് ദ ഡിവൈസ് കോമ്പോണൻറ്റ്സ്. ഓക്കെ, നമ്മൾ തെർമലി ആക്ച്വേറ്റഡ് ഡിവൈസസ് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഒരു വോളിയം എന്ന് പറയുന്നത് വോളിയം പാരാമീറ്റർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് റിലേറ്റ്സ് ടു ബോത്ത് മെക്കാനിക്കൽ ആൻഡ് തെർമൽ ഇനർഷ്യ. തെർമൽ ഇനർഷ്യ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഷർ ഓൺ ഹൗ ഫാസ്റ്റ് വി ക്യാൻ ഹീറ്റ് ഓർ കൂൾ എ പീസ് ഓഫ് സോളിഡ്. അതായത് വോളിയം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പീസ് ഓഫ് സോളിഡ് ഹീറ്റ് ചെയ്യാനും തിരിച്ച് കൂളാക്കാനും വേണ്ടിയുള്ള ടൈം എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. സോ ദ വോളിയം പാരാമീറ്റർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡ്യൂറിങ് ദ ഡിസൈൻ ഓഫ് തെർമൽ ആക്ച്വേറ്റേഴ്സ്. ദെൻ സർഫസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ പ്രഷർ ആൻഡ് ദ ബോയൻറ്റ് ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ് മെക്കാനിക്സ്. എന്താണ് ബോയൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, ഒരു ബോഡി വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ മുകളിലോട്ട് കൊടുക്കുന്ന ഒരു അപ്വേർഡ് ഫോഴ്സ് കാരണമാണ്. അതാണ് ബോയൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. Anyway, these two parameters, that is volume and surface, they are very important during when we scale down the physical quantities of a system. Consider small l as the linear dimension of a solid. ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ലീനിയർ ഡയമെൻഷൻസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ലെങ്ത് ആയിക്കോട്ടെ, വിഡ്ത്ത് ആയിക്കോട്ടെ, ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ പ്ലേറ്റ്സ് ആയിക്കോട്ടെ, നമ്മൾ ലീനിയർ ഡയമെൻഷൻസ് സ്മോൾ എല്ലിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഇവിടെ ആ ഒരു സോളിഡ് പീസ് വോളിയം എന്ന് പറയുന്നത് ലീനിയർ സ്കെയിൽ എല്ലിലാണ് കൺസിഡർ ചെയ്യുന്നത്. സോ വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ റൈസ് ടു 3. അറ്റ് ദ സെയിം ടൈം സർഫസ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ റൈസ് ടു 2. സോ സർഫസ് ഓവർ വോളിയം എങ്ങനെ കിട്ടും? എൽ റൈസ് ടു 2 ഡിവൈഡ് ബൈ എൽ റൈസ് ടു 3, ദാറ്റ് ഈസ് എൽ റൈസ് ടു -1. അതായത് നമ്മൾ സ്കെയിൽ ഡൗൺ ചെയ്യുമ്പോൾ ലെങ്ത് 10 ടൈം റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം എത്ര ടൈം റെഡ്യൂസ് ചെയ്യും? വോളിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ റൈസ് ടു 3, അതായത് 10 റൈസ് ടു 3 ടൈം റിഡക്ഷൻ ഇൻ വോളിയം, അതായത് 1000 ടൈം റിഡക്ഷൻ ഇൻ വോളിയം. അറ്റ് ദ സെയിം ടൈം സർഫസ് ഏരിയ എത്ര ടൈം റെഡ്യൂസ് ചെയ്യും? 10 റൈസ് ടു 2, ദാറ്റ് ഈസ് 100 ടൈം റിഡക്ഷൻ ഇൻ സർഫസ് ഏരിയ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ എ മൈക്രോ മിറർ. ഹിയർ വി ആർ സപ്പോസ് ടു റൊട്ടേറ്റ് ദ മിറർ അലോങ് ദ വൈ ആക്സിസ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: if you reduce the size by 50%, what will happen to the torque required to turn the mirror? Then angular force or torque എന്ന് പറയുന്നത് it is proportional to mass moment of inertia. നമ്മുടെ കേസിൽ about y axis ടോർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: 1/12 ടൈംസ് mc². അതിൽ m എന്ന് പറയുന്ന മാസ് ഓഫ് ദ മിറർ ആൻഡ് c എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ മിറർ. ദെൻ മാസ് ഓഫ് ദ മിറർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മാസ് ഡെൻസിറ്റി ഇൻറ്റു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു തിക്നെസ്. ഇതിൽ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫിക്സഡ് വാല്യൂ. മെറ്റീരിയൽ അനുസരിച്ചാണ് ആ ഒരു ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്നത്. സോ ടോർക്ക് റിക്വയർഡ് ആ ഒരു ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും: 1/12 ടൈംസ് ഡെൻസിറ്റി ഇൻറ്റു bc³ t. ദെൻ ഇഫ് യു റെഡ്യൂസ് ദ സൈസ് ബൈ 50%, വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് മീൻസ് bc ആൻഡ് t വിൽ ബി റെഡ്യൂസ്ഡ് ബൈ 50%, ദാറ്റ് ഈസ് 1/2 ടൈംസ്. If you equate these values, equation ഇങ്ങനെയാവും: 1/32 ടൈംസ്. ഓക്കെ, ദിസ് വാസ് ദ ഒറിജിനൽ ടോർക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: 1/32 ടൈംസ് ദ ഒറിജിനൽ ടോർക്ക്. അതിൻ്റെ മീനിങ് ഇതാണ്. നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം: സൈസ് 50% റെഡ്യൂസ് ചെയ്തപ്പോൾ ടോർക്ക് 32 ടൈംസ് റെഡ്യൂസ് ചെയ്തു ഇൻ ഓർഡർ ടു റൊട്ടേറ്റ് ദ മിറർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്കെയിലിംഗ് ഇൻ റിജിഡ് ബോഡി ഡൈനാമിക്സ്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ച്വേറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
electrostatic actuators, then magnetic actuators, piezoelectric types. ഇതിലെല്ലാം തന്നെ some sort of force is required to make parts to move. And the power is the source for the generation of these forces. ഒരു മൈക്രോ എലമെൻറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ വരുന്ന ഇഷ്യൂസാണ് the required amount of a force to move a part. Then എത്രത്തോളം ഫാസ്റ്റായിട്ട് ആ ഒരു മൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യാം. ദെൻ അതേപോലെ ഹൗ റെഡിലി എ മൂവിങ് പാർട്ട് ക്യാൻ ബി സ്റ്റോപ്ഡ്. എഫർട്ട്ലെസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എലമെൻറ്റ് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. ഇതൊക്കെയാണ് മെയിൻ ചാലഞ്ചസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾ ദീസ് ഇഷ്യൂസ് ഡയറക്ട്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഇനർഷ്യ ഓഫ് ദ ആക്ച്വേറ്റിംഗ് പാർട്ട്. ദെൻ ഈ ഒരു ഇനർഷ്യ എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് മാസ് ആൻഡ് ആക്സിലറേഷൻ ദാറ്റ് ഈസ് റിക്വയർഡ് ടു ഇനിഷ്യേറ്റ് ഓർ സ്റ്റോപ്പ് ദ മോഷൻ ഓഫ് ദ ഡിവൈസ് കോമ്പോണൻറ്റ്. ഒരു കൺവെൻഷണൽ സിസ്റ്റം മൈക്രോ സിസ്റ്റമായിട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് പവർ, ഫോഴ്സ് ഓർ പ്രഷർ ആൻഡ് ദ ടൈം റിക്വയർഡ് ടു ഡെലിവർ ദ മോഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഡിസൈൻ എഞ്ചിനീയർ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്യണം. സൈസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പവർ റിക്വയർഡ് അല്ലെങ്കിൽ ഫോഴ്സ് അല്ലെങ്കിൽ ടൈം റിക്വയർഡ് ടു ഡെലിവർ ദ മോഷൻ, ഇതെല്ലാം എത്ര ടൈംസ് റെഡ്യൂസ് ചെയ്യുമെന്നുള്ളത് സ്റ്റഡി ചെയ്യണം. ഓക്കെ, സ്കെയിലിംഗ് ഇൻ ഡൈനാമിക് മോഷൻ. കൺസിഡർ എ റിജിഡ് സോളിഡ് ബോഡി ട്രാവലിംഗ് ഫ്രം വൺ പൊസിഷൻ ടു അനദർ. ഇപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് സ്മോൾ എസ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻ ലീനിയർ സ്കെയിൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ. ദെൻ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം, ദറ്റ് ഈസ് എസ് ഡിവൈഡ് ബൈ ടൈം. ഹെൻസ് വി എന്ന് പറയുന്നത് ലീനിയർ സ്കെയിലിൽ എൽ ഇൻറ്റു ടി റൈസ് ടു -1. ദെൻ നമുക്കറിയാം എസ് ഇസ് ഈക്വൽ ടു v0t പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതായത് ഇനിഷ്യൽ വെലോസിറ്റിയാണ് v0 എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ. ഇപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 2s ഡിവൈഡ് ബൈ ടി സ്ക്വയർ. ദെൻ ഫ്രം ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, the dynamic force acting on a rigid body in motion with acceleration or deceleration can be computed as F is equal to ma. Acceleration already പറഞ്ഞു 2s divided by t square if the initial velocity is 0. നമുക്ക് ഇങ്ങനെ എഴുതാം 2sm divided by t square. അപ്പോൾ ഇനി ലീനിയർ സ്കെയിൽ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസിന്, അതായത് എസിന് പ്രൊപ്പോർഷണലായിട്ട് l റൈസ് ടു 1, ദെൻ മാസിന് പ്രൊപ്പോർഷണലായിട്ട് l റൈസ് ടു 3. അതെങ്ങനെയാണ് വരുന്നത്? വോളിയം ഈസ് ബേസ്ഡ് ഓൺ മാസ് ആൻഡ് വെയ്റ്റ്. വോളിയം എന്ന് പറയുന്ന ലീനിയർ സ്കെയിൽ ഇറ്റ് വിൽ ബി l റൈസ് ടു 3. അതുകൊണ്ടാണ് ഇവിടെ l റൈസ് ടു 3 വരുന്നത്. മൾട്ടിപ്ലൈഡ് വിത്ത് t റൈസ് ടു -2. ഓക്കെ, അതായത് l റൈസ് ടു 4 t റൈസ് ടു -2. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ട്രിമ്മർ ഫോഴ്സ് സ്കെയിലിംഗ് വെക്ടറും അതിൻ്റെ ഡിഫറെൻറ്റ് ഓർഡേഴ്സും നമുക്ക് ചെക്ക് ചെയ്യാം.